ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് വീട്ടിലേ ഇതാ ഒരു പ്രപ്പോസിങ് സീൻ വരാൻ പോവാം. എന്താണ് പ്രമോലുണ്ടായെന്ന് നോക്കിയാലോ. നമ്മുടെ അനീഷും അനുമോളും കൂടി നമ്മുടെ ഫ്രണ്ടിലുള്ള ഊഞ്ഞാലയിൽ ആടുന്ന ഊഞ്ഞാലയിൽ ഇരിക്കാം, ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ അനീഷ് അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്നെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന്. അനുമോൾ അറിയുന്നുണ്ട്, വന്നപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പം അനീഷേട്ടൻ അടിപൊളിയാണ്, ആർക്കും ഇഷ്ടമാവുമെന്ന് പറഞ്ഞു. അതിനുശേഷം അനീഷ് ഭയങ്കര ധൈര്യപൂർവ്വം അനുമോളോട് ചിരിച്ചിട്ട് ചോദിക്കാം, എന്നാൽ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന്. ഹനിമോള് എൻ്റെ അമ്മ എന്നൊരു വിളിയെ വിളിച്ചിട്ട് ആ കറങ്ങുന്ന ഊഞ്ഞാലിൽ പതിയൊന്ന് തിരിയുന്നുണ്ട്. രണ്ടുപേരുടെ മുഖത്ത് ഭയങ്കര ചിരിയുണ്ട്, പക്ഷേ ഇതൊരിക്കലും അവർ ഡ്രാമ കളിച്ചതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അനീഷ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചോദിച്ചേക്കണതാണ്. അനുവിൻ്റെ ഉത്തരം വേറെ ഒന്നും അവിടെ കാണിക്കുന്നില്ല, അതെപ്പോഴും സസ്പെൻസ് ആയിരിക്കുമല്ലോ. ഇതാണ് പ്രമോ അല്ലേ, ഒരു വൈരാഗ്യ ഗൃഹസ്ഥനാക്കിയേക്കാണ്. കുറച്ച് ദിവസമായിട്ട് അനീഷിനും അനുമോളെക്കുറിച്ചുള്ള ട്രോളും കമൻ്റൊക്കെ അതാണ്, വൈരാഗ്യ ഗൃഹസ്ഥനാക്കിയതുമുണ്ട്. ഇന്നലത്തെ ഒരു സീനിനകത്ത് അനീഷ് അനുമോളും കുറേ സംസാരിക്കുന്നുണ്ട്. രാവിലെ തുടങ്ങിയിട്ട് അനീഷ് അനുമോളുടെ ഒപ്പം തന്നെയുണ്ട്. ഉച്ചയ്ക്ക് കൺഫെഷൻ റൂമിൽ അനീഷിനെ വിളിക്കുന്നതിന് മുന്നേ അനീഷ് അനുമോളും തമ്മിലുള്ള ടോക്കിനകത്ത് അനീഷിൻ്റെ പേഴ്സണൽ ലൈഫ് പറയുന്നുണ്ട്. ഒറ്റയ്ക്കാണ് ഒരു മുറിയിനകത്ത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സ്നേഹിക്കാൻ ഒരാൾ കൂടെ ഉള്ളത് എപ്പോഴും നല്ലതാണ് എന്നുള്ളൊരു കാര്യം വരെ അനീഷ് അനുമോളോട് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കൺഫെഷൻ റൂമിലൊക്കെ പോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് അനീഷും അനുമോളും കൂടി ഇതായി കഴിയുമ്പോൾ രണ്ടുപേരും മാറി നിൽക്കുമ്പോൾ അനുമോൾ പെട്ടെന്ന് മനസ്സിൽ നിന്ന് എടുത്ത് പറയാണ്, മനസ്സിലല്ല പറയുന്നത്, വോയിസായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട്, ഈ അനീഷേട്ടന് എന്ത് പറ്റിയാവോ എന്ന്. അത് ഇന്നലത്തെ എപ്പിസോഡിനകത്ത് നല്ല കറക്റ്റായിട്ട്, എപ്പിസോഡിലല്ല ഇല്ല ലൈവിനകത്ത് കറക്റ്റായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിട്ടോ. ശരിക്കും നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും അനീഷിന് അനുമോളോട് ഒരു സിൻസിയറായിട്ടുള്ള സ്നേഹമുണ്ട്. അതൊരിക്കലും ഗെയിമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ചില ആൾക്കാരൊക്കെ പറഞ്ഞു അനീഷിൻ്റെ ഗെയിമാണ് അനുമോളെ സംസാരിച്ച് അനുമോളെ കുഴിയിലോട്ട് ഇടാനായിട്ട്. പക്ഷേ അനീഷ് ആ സമയത്ത് അനീഷിനെ കൂടി ഓപ്പൺ ആക്കാൻ നോക്കുന്നുണ്ട്. അതൊരിക്കലും ഗെയിമിൻ്റെ ഭാഗമല്ല എന്ന് എനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായി. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാമല്ലേ, അനുമോൾ പ്രപ്പോസ് ചെയ്തത് സ്വീകരിക്കുമോ മടക്കുമോ എന്നൊക്കെ. പക്ഷേ അനുമോളുടെ ആറ്റിറ്റ്യൂഡിൽ എപ്പോഴൊരു ബ്രദർലി ഫീലാണ് നമുക്ക് ഉണ്ടാവുക. ഒരു നല്ലൊരു ബ്രദറിനോട് ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഫീലിലാണ് അനീഷേട്ടനെ വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ ഈ പ്രപ്പോസ് എന്താകും ഏതാകുമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.